ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വണ്ടിക്ക് പഴയ ട്രാഫിക് ഫൈൻ വല്ലതും ഇപ്പോഴും അടയ്ക്കാതെ കിടക്കും? 500, 2000 അതോ അതിലും കൂടുതൽ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണണം. കാരണം നമ്മുടെ കേരളത്തിൽ പഴയ ട്രാഫിക് ഇ ചലാൻ കേസുകളുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് പുതിയ കേരള ബഡ്ജറ്റ് വഴി വന്നിട്ടുണ്ട്. ചില കേസുകളിലൊക്കെ ഫൈനിൻ്റെ പകുതി കാശ് 50% മാത്രം അടച്ച് കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇത് എല്ലാവർക്കും എല്ലാ ഫൈനുകൾക്കും ഉള്ളതല്ല കേട്ടോ. ഇതിൻ്റെ മുഴുവൻ സത്യം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. Hello everyone, so welcome back to Master Your Money series by Needu on Stage. Hello, ഞാൻ നീതു വിജയകുമാർ. ഫൈനാൻസ് കാര്യങ്ങൾ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന കേരള ബഡ്ജറ്റ് 26-27 സീരീസിലെ വീഡിയോയ്ക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും AI ക്യാമറയും മറ്റ് സ്പീഡ് ക്യാമറകളും ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും ഫൈനുകൾ വരാറുണ്ട്. ഉദാഹരണത്തിന് ഹെൽമെറ്റ് ഇല്ലാതെ പോയതിന്, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്, ഓവർ സ്പീഡ് അല്ലെങ്കിൽ സിഗ്നൽ ജമ്പ് ചെയ്തതിന്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിച്ചതിന്, ഇതിനൊക്കെ ഫോണിലൊരു ഇ ചലാൻ വരും. പക്ഷേ നമ്മളിൽ പലരും അത് മൈൻഡ് ചെയ്യില്ല. പിന്നീട് വണ്ടി വിൽക്കുമ്പോഴോ RC ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോഴോ ആയിരിക്കും ഈ പഴയ ഫൈനുകൾ വില്ലനായി വരും. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഫൈനുകൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ഈ ഒരു സ്കീം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഉണ്ടായിരുന്നു, ഈ ബഡ്ജറ്റിൽ അത് കുറച്ച് വീണ്ടും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താണ് ആ പ്രധാന പ്രഖ്യാപനം എന്ന് നോക്കാം. കേരള സർക്കാർ ഇപ്പോൾ 1 ടൈം ഇ ചലാൻ ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ 2024 ഡിസംബർ 31 വരെ വന്നിട്ടുള്ള ചില ട്രാഫിക് ഫൈനുകൾ പിഴത്തുകയുടെ 50% മാത്രം അടച്ച് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ചലാനുകൾ ആൾക്കാർ പൈസ അടയ്ക്കാതെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ഈ സ്കീം വഴി ആൾക്കാർക്ക് അവരുടെ പഴയ ഫൈനുകൾ ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മിനിറ്റ് പോവല്ലേ, ഈ വീഡിയോ കണ്ടപാടെ ഓടിച്ചെന്ന് പൈസ അടയ്ക്കാൻ നിൽക്കരുത്. ആദ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടിക്ക് ഈ ഓഫർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ കേസുകൾക്കും ഈ 50% ഇളവ് കിട്ടില്ല. ഒഫീഷ്യൽ സൈറ്റിൽ മാത്രം പോവുക, അല്ലാതെ വേറെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പണി വാങ്ങരുത്. നിബന്ധനകൾ നോക്കാം. ഓരോ ഫൈനിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഇളവുകളിൽ വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് എല്ലാവർക്കും 50% ഓഫറുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? MVയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ കയ്യിൽ വയ്ക്കുക. MVD കേരളയുടെ സൈറ്റിൽ പോയി വല്ല ഫൈനും പെൻഡിങ് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് കൺസെഷൻ അഥവാ ഇളവ് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ പൈസ അടച്ച് ആ റെസിപ്റ്റ് സേവ് ചെയ്ത് വെക്കാൻ മറക്കുക. ഒരു ബോണസ് ടിപ്പും കൂടെ പറഞ്ഞുതരാം. യൂസ്ഡ് വണ്ടി വാങ്ങിയവരും വാങ്ങാൻ പോകുന്നവരും പഴയ ഓണറുടെ വല്ല ഫൈനുകളും കിടപ്പുണ്ടോ എന്ന് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യങ്ങൾ: ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ ഇനിയും അത് ഇഗ്നോർ ചെയ്തിടരുത്. നിങ്ങൾക്ക് ഈ 50% ഇളവ് കിട്ടുമോ എന്ന് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള ബഡ്ജറ്റ് 26-27 സീരീസിലെ അടുത്ത വീഡിയോ മിസ് ചെയ്യാതിരിക്കാനും ഇതുപോലുള്ള പ്രാക്ടിക്കൽ ഫൈനാൻസ് ടിപ്സ് അറിയാൻ സബ്സ്ക്രൈബ് ടു നീതു ഓൺ സ്റ്റേജ്. നോട്ട് ജസ്റ്റ് ഏൺ മണി, മാസ്റ്റർ.